അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മളുടെ ചിന്തകൾക്ക് അതീതമായി ഇങ്ങനെയൊക്കെ ലോകത്ത് ഉണ്ടോ എന്നുള്ള ഒരു സംശയത്തിലായിരിക്കും നമ്മൾ ഈ വീഡിയോ കാണുന്നത്. അതായത് ഇൻ്റർനെറ്റ് ഇല്ല, ATM ഇല്ല, മൊബൈലില്ല, കൂടാതെ സോഷ്യൽ മീഡിയ ഇല്ല, ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനത്തെ ഒന്നുമില്ല. അതുകൂടാതെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. നമ്മളുടെ ഒരു സന്തത സഹചാരിയായി മാറിക്കഴിഞ്ഞു ഇൻ്റർനെറ്റ്. പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ് അതുപോലെയുള്ള കാര്യങ്ങൾ. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ പിടിച്ചു നിൽക്കും. പക്ഷെ ഇതില്ലെങ്കിൽ ഭൂരിപക്ഷം ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. പണ്ടൊക്കെ പറയുന്നുണ്ട് കള്ളുടിയന്മാർക്ക് കള്ളുടിച്ചില്ല കൈവറ എന്ന്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ആണ് കൈവറ സംഭവിക്കുക. അപ്പോൾ ഡാറ്റ ഇല്ലെങ്കിൽ പോലും ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കാത്ത ആ നിലയിലേക്കാണ് ലോകം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൊബൈല്, സോഷ്യൽ മീഡിയ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു സന്തത സഹചാരിയായിട്ട് മാറി. രാവിലെ മുതൽ നമ്മൾ കിടക്കുന്നത് വരെ, ചിലർ കിടക്കുമ്പോൾ തലയിണയ്ക്ക് സമീപത്ത് വെച്ചിട്ടാണ് പോലും ഇത് കിടക്കുന്നത്. അപ്പം അത്രയും നമ്മൾ അതിനോട് അറ്റാച്ച്മെൻ്റ് ആയി കഴിഞ്ഞു. എന്നാൽ ഈ ബഹളങ്ങൾക്കിടയിൽ ഇതൊന്നുമില്ല. ഇൻ്റർനെറ്റ്, ATM, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഒന്നുമില്ല. അങ്ങനെ ഉള്ള ഒരു ലോകം, അത് എറിത്രിയ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. അതായത് ആഫ്രിക്കയുടെ കൊമ്പ് എന്ന് പറയുന്നത്, ഹോൺ ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ എറിത്രിയ. അപ്പൊ ഇന്ന് നമുക്ക് ലോകത്തിന് എവിടെ വേണമെങ്കിലും പോകണമെങ്കിൽ, എന്തെങ്കിലും അറിയണമെങ്കിൽ പോലും നമ്മൾ ഗൂഗിളിൻ്റെയോ അല്ലെങ്കിൽ AIയുടേതോ അതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൻ്റെ സഹായം തേടുക സാധാരണയാണ്. നമ്മുടെ എല്ലാ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന കൂടുതൽ ആപ്ലിക്കേഷൻ പോലും ഇൻ്റർനെറ്റ് അധിഷ്ഠിതമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അവിടുത്തെ ജനങ്ങളുടെ ഒരു കാര്യം? അപ്പോൾ അവിടെ ഇൻ്റർനെറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യത്തൊക്കെ ആദ്യം സംഭവിച്ച പോലെ ഏകദേശം 1% ആളുകൾക്ക് മാത്രമാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പോലും അറിയുകയുള്ളൂ അവിടുത്തെ ജനങ്ങൾക്ക്. ഈ രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിഴക്കൻ ആഫ്രിക്കയിലെ ഒരുതരം രഹസ്യ സ്വഭാവമുള്ള ഒരു രാജ്യമാണ് ഇത്. എറിത്രിയ ഒരു വശത്ത് ചെങ്കടൽ, മറുവശത്ത് സുഡാൻ, പിന്നെ എത്യോപ്യ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയാണ് ഈ എറിത്രിയ പങ്കിടുന്നത്. ഇവിടെ ഒരു സ്വേച്ഛാധിപത്യ ഭരണമാണ്. അവ ആഫ്രിക്കയിലെ ഉത്തര കൊറിയ എന്നാണ് ഈ രാജ്യത്തെ അറിയപ്പെടുന്നത്. ഏകദേശം 1,17,000 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത്. ഏകദേശം 35 ലക്ഷം ആളുകളാണ് ഈ രാജ്യത്ത് താമസിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം ഈ രാജ്യത്തിന് ഒരു ഔദ്യോഗികമായ ഒരു ഭാഷ നിലവിലില്ല. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ അറബി, ഇംഗ്ലീഷ്, ആഫ്രോ ഏഷ്യാറ്റിക് ഭാഷകളാണ് സംസാരിക്കുന്നത്. ലിറ്റിൽ റോം എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിൻ്റെ തലസ്ഥാനം. അതായത് മുൻകാലങ്ങളിൽ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എത്യോപ്യ, ഇറ്റലി രാജ്യങ്ങൾ അടക്കി ഭരിച്ചിരുന്ന ഒരു രാജ്യമാണിത്. 1993 ഇതിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ അവിടെ തെരഞ്ഞെടുപ്പുകളൊന്നും നടന്നിട്ടില്ല. ഐസയ്യാസ് എന്ന ഒരു വ്യക്തിയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു പ്രസിഡന്റ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾ നിർബന്ധിതമായ ഒരു സൈനിക സേവനം നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ സ്വകാര്യ മേഖലയിൽ ഇവിടെ ബിസിനസ്സുകൾ ഒന്നുമില്ല, സംരംഭങ്ങൾ സ്വകാര്യ മേഖലയിൽ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ പരിമിതമാണ്. എല്ലാതും ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. അതുകൂടാതെ നമുക്കറിയാലോ ATM ഒന്നും ഇല്ലാത്തത് കൊണ്ട് എവിടെ ചെന്നാലും ഫിസിക്കൽ കറൻസി കയ്യിൽ വെക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വതന്ത്രമായ വാർത്താ ചാനലുകളോ സ്വതന്ത്രമായ വാർത്തകളോ അതുകൂടാതെ ജേർണലിസ്റ്റുകളോ ഇവിടെ ഇല്ല. എല്ലാം ഗവൺമെന്റിന്റെ കീഴിൽ മാത്രമാണ്. ആകെ ഉള്ളത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു TV മാത്രമാണ്. അതിലൂടെ മാത്രമേ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. വിദേശ ചാനലുകളൊക്കെ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സർക്കാരിന്റെ അനുമതി ഇല്ലാത്ത ഒരാൾക്കും രാജ്യം വിട്ടു പോകാനായിട്ട് സാധിക്കില്ല. അഥവാ തന്നെ പോകാനായിട്ട് ശ്രമിച്ചു പിടിക്കപ്പെട്ടാൽ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലും. അതായത് ഷൂട്ട് ഓൺ സൈറ്റ് എന്നതാണ് അവിടെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് എന്താണ് കാരണം, ടൂറിസ്റ്റുകളും അധികമായിട്ട് അവിടേക്ക് പോകുന്നില്ല. ഇവിടെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളാണ് കൂടുതൽ മതക്കാരുള്ളത്. അതുകൂടാതെ ഇസ്ലാം മത വിശ്വാസികളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ചില സംഗതികളെക്കുറിച്ച്, അറിയപ്പെടാത്ത ചില സംഗതികളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ.
അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും നമ്മുടെ ലോകത്ത് ഉണ്ട് എന്നത് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.